നമ്മളിപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഒരു സെറ്റ് എസ്സിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം, നമുക്ക് എസ് ക്രോസ് എസ്സിൽ നിന്നും എസ്സിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ അതിനായിരുന്നു നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണ്. ഇപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് 1 ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഒരു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിലാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സിൽ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ്, ഇപ്പോൾ അവിടെ 2 ഉം 3 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെ കാണുമ്പോൾ 2 ഇൻറ്റു 3 ആണെന്ന് വിചാരിക്കും. പക്ഷേ 2 ഇൻറ്റു 3 അല്ല ഇവിടെ ചെയ്യുന്നത് കേട്ടോ. 2 സ്റ്റാർ 3 എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കുകയും ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് 1. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എങ്ങനെ വരും, 2 സ്റ്റാർ 3 എന്ന് പറയുന്ന സമയത്ത് ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 1 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 5 ആണ്, 5 പ്ലസ് 1 6, അങ്ങനെയാണ് നമുക്ക് അവിടെ 6 കിട്ടുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ 5 സ്റ്റാർ 1 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അപ്പോൾ 5 പ്ലസ് 1 പ്ലസ് ഒരു 1 കൂടി ഉണ്ട് അല്ലേ, എ പ്ലസ് ബി പ്ലസ് 1. അപ്പോൾ 5 പ്ലസ് 1 6, 6 പ്ലസ് 1 7. സോ അവിടെ നമുക്ക് ഇങ്ങനെ ഏത് നമ്പേഴ്സ് ചൂസ് ചെയ്താലും നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, ഇൻറ്റീജർ തന്നെയായിരിക്കും. സോ ഇതൊരു എന്താണ്, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏത് സെറ്റിലാണുള്ളത്, ഇൻറ്റീജേഴ്സിലാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എവിടെ തന്നെ ആയിരിക്കണം, ഇൻറ്റീജേഴ്സ് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ, ആ കണ്ടീഷനാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു ബൈനറി ഓപ്പറേഷൻ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. അപ്പോൾ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ഇപ്പോൾ അഡീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നോക്കാം. ഇപ്പോൾ ഞാൻ സെറ്റ് എടുത്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റീജേഴ്സിൽ 2 എലമെൻറ്റ്സ് എടുക്കാം. എന്തൊക്കെയായിരിക്കും, ഒന്ന് ഞാൻ 5 എടുത്തു, ഒന്ന് 2 എടുക്കണം. അപ്പോൾ നമ്മൾ അഡീഷൻ ആണല്ലോ, നമുക്ക് 5 പ്ലസ് 2 എന്താണ്, ഇതായിരിക്കും എ സ്റ്റാർ ബി എന്ന് പറയുന്നത് 5 പ്ലസ് 2 ആയിരിക്കും അല്ലേ. എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ 5 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 7. ഇനി ബി സ്റ്റാർ എ എന്തായിരിക്കും, ബി സ്റ്റാർ എ എന്ന് പറയുമ്പോൾ 2 പ്ലസ് 5 അല്ലേ, 2 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, 7 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ അഡീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിലോ, അഗെയിൻ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് തന്നെ എടുക്കുക, അതിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ 5 ഇൻറ്റു 2, 5 ഇൻറ്റു 2 എന്തായിരിക്കും, 10, അതാണ് എ സ്റ്റാർ ബി. ഇനി ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 5, അത് എന്ത് തന്നെയാണ്, 10 തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ളത് പറയുന്നത്. ഇനി നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സബ്ട്രാക്ഷൻ, അതേപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലേ, 5 മൈനസ് 2 3 ആണ്, പക്ഷേ 2 മൈനസ് 5 എന്താണ്, -3 ആണ്. 3 നോട്ട് ഈക്വൽ ടു -3, അതായത് അവിടെ എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. അതേപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം അല്ലേ, +2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് എ ഇൻറ്റു ബി, മെട്രിക്സിൻ്റെ കേസിൽ എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും എന്തായിരിക്കണം എന്നില്ല, സെയിം ആയിക്കൊള്ളണം എന്നില്ല അല്ലേ, എല്ലാ കേസിലും എ ബി നോട്ട് ഈക്വൽ ടു ബി അല്ലേ, എക്സെപ്റ്റ് ഇൻ സം കേസസ്. ഏതെങ്കിലും ചില കേസുകളിൽ മാത്രമേ എ ബി ഈക്വൽ ടു ബി ആവുള്ളൂ, അത് കമ്പൾസറി ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. അപ്പോൾ ഇതൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, ഏതാണ് കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത് എന്നുള്ളത് കേട്ടോ.